കൂടെ നടക്കുന്നവരാകട്ടെ കൂടപ്പിറപ്പുകളാകട്ടെ നിങ്ങളോട് ഒട്ടും സിമ്പതിയില്ലാത്തവരാണ് നിങ്ങളുടെ കൂടെയുള്ളത് എങ്കിൽ അവർ നിങ്ങളറിയാതെ നിങ്ങളെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ്. നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും അത്തരം ആളുകളെ പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. കാരണം നല്ലവരും കെട്ടവരുമെല്ലാം നല്ല രീതിയിലാണ് സമൂഹത്തിൽ പെരുമാറുന്നത്. സുഹൃത്തുക്കളെ, ഒരാളെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കൽ എല്ലാം മനുഷ്യരുടെ നന്മയായി നിങ്ങൾ കരുതുന്നു. എന്നാൽ ഒരു കൊടും ക്രിമിനൽ പോലും ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്ന സത്യം നിങ്ങൾ ഓർക്കണം. കാരണം ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ പെരുമാറുന്നതുകൊണ്ട് നല്ലവർക്കും കെട്ടവർക്കുമെല്ലാം ഗുണങ്ങളേയുള്ളൂ. അതുകൊണ്ട് കരുണയില്ലാത്തവരും ഉള്ളവരും നല്ല രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളോട് പെരുമാറുക. ഇതിൽ ഫേക്ക് ഏത് ജെനുവിനേത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന്റെ പ്രാഥമിക വിജയം. അതുകൊണ്ടുതന്നെ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും നിങ്ങളുടെ കൂടെ നടക്കുകയും ചെയ്യുന്നവരെല്ലാവരും തന്നെ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണെന്ന് അന്ധമായി വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളോട് കരുണയുള്ളവരുടെ നിങ്ങളോടുള്ള പെരുമാറ്റം നന്നായിരിക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരെ, നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്നവരെ, അവർക്ക് നിങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥത അല്ലെങ്കിൽ കരുണ ഉണ്ട് എന്നെങ്ങനെ തിരിച്ചറിയാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. 1. നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രശ്നം തുറന്നു പറയുമ്പോൾ അത് അലക്ഷ്യമായി കേട്ടിരിക്കൽ അല്ലെങ്കിൽ ചെറുതാക്കി കാണൽ. സുഹൃത്തുക്കളെ, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരങ്ങളുമായി നിങ്ങൾ ഓടിച്ചെന്നിരിക്കാം. അതേ സമീപനം അവർ നിങ്ങളോട് കാണിക്കുന്നില്ല. നിങ്ങൾ വിഷമം പറയുമ്പോൾ പുച്ഛത്തോടെ കേട്ടിരിക്കുക, തമാശയായി തള്ളിക്കളയുക, ഉടനെ മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക മുതലായവ നിങ്ങളോട് കരുണയില്ലാത്തവരുടെ ഒന്നാമത്തെ ലക്ഷണമാണ്. ഇത്തരക്കാരിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുക. 2. നിങ്ങൾ വളരെ ഹാപ്പിയായിരിക്കുമ്പോൾ മാത്രം നിങ്ങളോടൊപ്പം ഉണ്ടാവുക. അതായത് കഷ്ടകാലത്ത് നിങ്ങൾ അല്പം ആശ്വാസത്തിനായി ഇവരെ തേടിയാൽ ഈ കൂട്ടരുടെ പൊടി പോലും കാണാൻ കിട്ടില്ല. 3. നിങ്ങളുടെ വികാരങ്ങളെ അവഗണിക്കൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ മറ്റൊരു കൂട്ടുകാരനോടുള്ള ആത്മാർത്ഥത, നിങ്ങളുടെ പേഴ്സണൽ സെന്റിമെന്റ്സ്, എന്തിന് നിങ്ങളുടെ പെറ്റ്സിന്റെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾക്കുള്ള വൈകാരികതയെപ്പോലും ഇവർ തരം താഴ്ത്തി കാണും. നിങ്ങളില്ലാത്തപ്പോൾ അവർക്കിതൊക്കെ വെറും കോമഡിയായിരിക്കുമെന്ന് ഉറപ്പിക്കാം. ഇത്തരക്കാർക്ക് വേണ്ടി നിങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ്. 3. സഹായം ചെയ്യേണ്ട പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഞാൻ നിനക്ക് നന്മയ്ക്കായിട്ടാണ് പറയുന്നത് എന്ന പേരിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയും. നിങ്ങളുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. നിങ്ങളിലെ നന്മയെ അവർ പരിഹസിക്കും. 4. അഭിനയിക്കുന്ന ദുഃഖം അല്ലെങ്കിൽ സെന്റിമെന്റ്സ്. ഇക്കൂട്ടർ നല്ലപിള്ള ചമയാൻ നിങ്ങളുടെ വേദനയിൽ നല്ല ദുഃഖപ്രകടനം കാഴ്ചവെക്കും. തൊട്ടടുത്ത നിമിഷം നിങ്ങളില്ലാത്തപ്പോൾ അവർ പൊട്ടിച്ചിരിച്ച് തമാശ പറയുന്നതും കാണാം. ഇത്തരം ആളുകൾ ഹൈലി മാനിപ്പുലേറ്റീവാണ്, ഒരിക്കലും അടുപ്പിക്കാൻ കൊള്ളാത്തവർ. ഒരു മരണവീട് നിങ്ങൾ ഇവരോടൊത്ത് സന്ദർശിച്ചാൽ സ്വിച്ചിട്ട പോലെ ഇവരുടെ മുഖത്ത് ദുഃഖം വരുന്നതും അവിടുന്ന് പുറത്തേക്കിറങ്ങിയാൽ സ്വിച്ചിട്ട പോലെ ഹാപ്പിയാവുന്നതും കാണാം. സെന്റിമെന്റ്സ് ഇല്ലായ്മയുടെ പരമോന്നതിയാണിത്. ഇക്കൂട്ടർ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഇതുപോലെ തന്നെയായിരിക്കും. ഇവരെ തിരിച്ചറിയാൻ പാടാണ്. അത്രയ്ക്ക് നല്ല പെരുമാറ്റമായിരിക്കും മറ്റുള്ളവർക്ക് മുന്നിൽ. 5. നിങ്ങളുടെ പരിധികളെ മാനിക്കാതിരിക്കുന്നവർ. ഇക്കൂട്ടർ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തോട് നോ പറഞ്ഞാൽ അതിനെ അവഗണിച്ച് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും. നിങ്ങളൊരു ഹോസ്പിറ്റൽ കേസിലാണെങ്കിൽ പോലും അവർക്ക് സന്തോഷം കിട്ടുന്ന പരിപാടികളിലേക്ക് അവർ നിങ്ങളെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻസിനെ അവർ ഗൗനിക്കില്ല. ആത്യന്തികമായി അവർക്ക് അവരുടെ സന്തോഷം മാത്രമായിരിക്കും വലുത്. സുഹൃത്തുക്കളെ, ഇക്കൂട്ടരെ ഒന്നും തിരുത്തുവാനോ മാറ്റി ചിന്തിപ്പിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. കാരണം കരുണയില്ലായ്മ, സെൽഫിഷ്നെസ്, അസൂയ ഇവയെല്ലാം ബ്രെയിനിന്റെ പരിമിതികളാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. ഓർമ്മിക്കുക, കരുണയില്ലാത്തവരിൽ നിന്നും മാറി നിൽക്കുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വയം രക്ഷപ്പെടുത്തലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഒരുപാട് വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.